ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താ പറയുന്നത് 50 ഡേയ്സ് പ്രാക്ടീസിൻ്റെ ഒരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 50 ഡേയ്സ് ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ വേർഡ് അഭിനയി. ടീക്കെ, തു അഭിനയി ജാനേക ബാദ്മേ ജാനേക എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പോകണ്ട, നീ പിന്നീട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറയും തു അഭി ജാനേക. ടീക്കെ, തു അഭിനയി ജാനേക. അഭിനയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട എന്നാണ് അർത്ഥം. ടീക്കെ, തു അഭിനയി ജാനേക ബാദ്മേ ജാനേക എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പോകണ്ട, നീ പിന്നെ പോയാൽ മതി. അങ്ങനെ പറയും തു അഭി നീ ജാനേക ബാദ്മേ ജാനേക. ടീക്കെ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ടീക്കെ, നീ പിന്നീട് പോയാൽ മതി. അപ്പം തു അഭി ജാനേക ബാദ്മേ ജാനേക. അഭി നഹി, തു അഭി നഹി ജാനേക എന്ന് പറഞ്ഞാൽ അഭി നഹി. തു അഭി നഹി ഫോൺ നഹി കർണ. ടീക്കെ, തു അഭി നഹി ഫോൺ കർണ. തു അഭി നഹി ഫോൺ കർണ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഫോൺ ചെയ്യണ്ട എന്നാണ് അർത്ഥം. ബൈ തു അഭി ഫോൺ നഹി കർണ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഫോൺ ഇപ്പം ചെയ്യണ്ട. ടീക്കെ, തു അഭി നഹി ജാന. തു അഭി നഹി ജാന എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പോകണ്ട. ടീക്കെ, ആപ്പ് നഹി ജായിയേ. അഭി നഹി ജായിയേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ പോവരുത്. ജായിയേ. ടീക്കെ, ആപ്പ് നഹി ജായിയേ. അബ് നഹി ജായിയേ എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പോൾ പോവരുത്. ടീക്കെ, അടുത്തെന്താണ് കബി നഹി. കബി നഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലുമില്ല. ടീക്കെ, ഒരിക്കലുമില്ല. കബി നഹി. ടീക്കെ, മേ കബി നഹി ബോലൂങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് അർത്ഥം. ടീക്കെ, മേ കബി നഹി ബോലൂങ്ക. ടീക്കെ, ഞാനൊരിക്കലും മേ കബി നഹി ബോലൂങ്ക എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും മറക്കില്ല. ടീക്കെ, അതുപോലെ മേ ऐसे काम कभी नहीं करूँगा. ഞാനൊരിക്കലും അങ്ങനത്തെ വർക്ക് ചെയ്യില്ല. മേ ऐसे काम कभी नहीं करूँगा എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും അങ്ങനത്തെ എന്താ പറയുക, മേ ऐसे काम कभी नहीं करूँगा എന്ന് പറഞ്ഞാൽ കബി നഹി കറൂങ്ക. കബി നഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ഓക്കെ, അപ്പോൾ മേ ऐसा काम ഞാൻ അതുപോലത്തെ കാം എന്ന് പറഞ്ഞാൽ വർക്ക്. ടീക്കെ, മേ ऐसे काम കബി നഹി കറൂങ്ക. ഞാൻ ഇതുപോലത്തെ പണി ഇനി ഒരിക്കലും ചെയ്യൂല. അപ്പം നമ്മളെന്ത് പഠിച്ചു? കബി നഹി. ടീക്കെ, വ കബി നഹി സോച്ച ഹോഗ. വ കബി നഹി സോച്ച ഹോഗ എന്ന് പറഞ്ഞാൽ വ കബി നഹി സോച്ച ഹോഗ എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. വോ കബി നഹി സോച്ച ഹോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരിക്കലും അതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. വോ കബി നഹി സോച്ച ഹോഗ. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? കബി നഹി. എന്താണ് അതിൻ്റെ അർത്ഥം? കബി നഹി. ടീക്കെ, ऐसा नहीं. ऐसा नहीं എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ऐसा नहीं. ടീക്കെ, ऐसा नहीं എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ऐसा नहीं करो എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ടീക്കെ, ऐसा मत करो നമുക്ക് പറയാം. ടീക്കെ, ऐसा मत करो എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് എന്നാണ് അർത്ഥം. ടീക്കെ, അതുപോലെ തന്നെ ऐसा नहीं करो. ऐसा नहीं करो എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെയ്യരുത് എന്നാണ് അർത്ഥം. ടീക്കെ, ऐसा नहीं सोचना. ബൈ അങ്ങനെ ചിന്തിക്കരുത്. ऐसा नहीं सोचना എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് അർത്ഥം. ടീക്കെ, അപ്പം ऐसा नहीं सोचना എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചിന്തിക്കരുത്. ടീക്കെ, वैसा नहीं എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് അർത്ഥം. ടീക്കെ, वैसा नहीं सोचना. ടീക്കെ, അതുപോലെ ചിന്തിക്കരുത്. ऐसा नहीं सोचना ഇതുപോലെ ചിന്തിക്കരുത്. वैसा नहीं सोचना അതുപോലെ ചിന്തിക്കരുത്. ടീക്കെ, അതുപോലെ തന്നെയാണ് അടുത്ത വന്നത് സിർഫ് യഹി നഹി. സിർഫ് യഹി നഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല. ടീക്കെ, സിർഫ് യഹി നഹി എന്ന് പറഞ്ഞാൽ സിർഫ് യഹി നഹി. ടീക്കെ, സിർഫ് യഹി നഹി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. സിർഫ് യഹി നഹി ഓർ ബി ഫസി ഹെ. ഓർ ബി ലഡ്കിയാ ഫസി ഹെ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, പിന്നെയും വേറെയും പെൺകുട്ടികൾ പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടീക്കെ, സിർഫ് യഹി നഹി ഓർ ബി ലഡ്കിയാ ഫസി ഹെ. ടീക്കെ, സിർഫ് യഹി നഹി ഓർ ബി ലഡ്കിയാ ഫസി ഹെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമുക്ക് 50 ഡേയ്സ് ക്ലാസ്സാണ്. നമുക്ക് പഠിക്കണം. ഓക്കെ, നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം. നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്കതുവരെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.